ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം റോസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇത് നല്ല പ്രസൻറ്റബിളാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ഫ്രൈഡ് റൈസൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റും. വെജിറ്റേറിയൻ ഓപ്ഷൻ ഉള്ളവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന കുറേ മഷ്റൂം എടുത്ത് നമ്മളത് ക്ലീനൊക്കെ ചെയ്ത് ഞാനത് സെപ്പറേറ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് പുളത്തി വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പം സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒത്തിരി വെള്ളമൊക്കെ ഇറങ്ങും. ഇതാകുമ്പോൾ നമുക്ക് അധികം വെള്ളമൊന്നുമില്ല, ഷ്രിങ്കായിട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒന്ന് പുളത്തി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ഒനിയനും കൂടെ നമ്മൾ അത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് നല്ലതായിട്ട് ഇച്ചിരി ഗ്രേവി വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് റെഡ് പെപ്പർ, ഒനിയന്, കുറച്ച് 2-3 മുളക് ഇത് കീറി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് ആദ്യം പാൻ അടുപ്പിൽ വെച്ച് എണ്ണയിട്ട് ഒരു ശകലം ഇതൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം. ഇത് നമുക്ക് ഒത്തിരി വഴലണ്ട, ചെറുതായിട്ടൊന്ന് വഴലിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിങ്ങ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതാണ് ഇച്ചിരി റെഡ് പെപ്പർ, ഇച്ചിരി ഒനിയന്, ഗ്രീൻ ചില്ലി. അപ്പോൾ അതേ നമ്മുടെ റെഡ് പെപ്പറും ഒനിയനും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ മഷ്റൂം ഒന്നിട്ടിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഇതിനകത്തിലിട്ടു. അതൊന്ന് ചെറുതായിട്ട് നമുക്ക് ചെറുതായിട്ട് വഴണ്ടാൽ മതി. അതിൻ്റെ ആ ഇച്ചിരി ശകലം ഒരു കളർ മാറുന്നിടം വരെ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമുക്കത് എടുത്തിട്ട് പിന്നെ ഗ്രേവി ഉണ്ടാക്കാം. അതുപോലെ ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്സാണ് ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോ ആണ് നമുക്കതിൻ്റെ ഗ്രേവിക്ക് തിക്നെസ് തരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ടൊമാറ്റോ പ്യൂരേ ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മളിവിടുന്ന് ക്യാൻ മേടിക്കുന്നതാണ്. ഇത് ടൊമാറ്റോയുടെ പേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ അടുത്തുണ്ട്, ഞാനിതാണ് ഇടുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു 2 ടൊമാറ്റോ എടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് നമ്മുടെ ചോപ്പറിനകത്തിലൊന്ന് അടിച്ച് എടുത്തിട്ട് അതിനകത്തിലോട്ട് ഇട്ടാലും മതി. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റായിട്ട് തന്നെ വേണമെങ്കിൽ നമ്മൾ ടൊമാറ്റോ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാലും ടൊമാറ്റോ. അപ്പം ഞാനിതിപ്പോൾ റെഡിമെയ്ഡ് നമുക്ക് കിട്ടും, ഈസിയാണ്, അതുകൊണ്ട് മേടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കൂടുതലും നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മുടെ മഷ്റൂം ഇവിടെ ഒരു കളറൊക്കെ മാറി ഒന്ന് ബ്ലെൻഡായി വരുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതൊന്ന് വഴറ്റുമ്പോൾ ഇതിൽ ഉപ്പിടരുത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ മഷ്റൂമിൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ഡ്രൈ ആവത്തില്ല. അപ്പോൾ നമ്മൾ മഷ്റൂമിന് ഉപ്പിടാതെയാണ് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. പിന്നെ കറി വെക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ടൊമാറ്റോ പ്യൂരേ. അപ്പം ഇത് ഒത്തിരി ഉണ്ട്, വലിയൊരു ക്യാനാണ്. ചിലപ്പം ഞാൻ ചെറിയ ക്യാൻ മേടിക്കും, ഇന്ന് വലിയ ക്യാനാണ് കിട്ടിയത്. അപ്പം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിത് വൺസ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിനകത്തിലേക്ക് ഒഴിച്ച് വെക്കും. അപ്പം പിന്നീട് എനിക്ക് യൂസ് ചെയ്യാൻ വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നിങ്ങൾ ഇത് ഇപ്പം ഒരു വലിയ കാനുണ്ടല്ലോ, ഇത് ഇത്രയും എന്ത് ചെയ്യുമെന്നോ ഓർക്കണ്ട. നമുക്കൊരു 2-3 സ്പൂണ് മതി ഇപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ പല കറികൾ, അതായത് കടലക്കറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഞാൻ അതിനകത്തിലത് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും നഷ്ടമാകത്തില്ല. നമ്മളത് ഒഴിച്ച് ഒരു അടപ്പ് ഉള്ള ബോട്ടിലിനകത്തിലൊഴിച്ച് ഫ്രിഡ്ജ് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ള നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, ഒനിയന് നമ്മൾ ഇട്ട് അത് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാലകളൊക്കെ ഇടാനായിട്ട്. അപ്പം ഞാൻ ഇതിനിടയിൽ നിങ്ങളെ ഒരു കാര്യം കാണിക്കട്ടെ. ഫ്ലവർ ഇഷ്ടമുള്ളവരുണ്ടോ? എൻ്റെ ഫ്രഷ് ഫ്ലവറാണിത് കേട്ടോ. ഇത് കണ്ടോ, ഇതെൻ്റെ ഫ്ലവർ ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. ഇതെൻ്റെ ഫ്ലവർ വേസിൽ എനിക്ക് ഫ്ലവർ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. നിങ്ങൾക്ക് ഫ്ലവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫ്ലവർ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 2nd ഡെത്ത് ആനിവേഴ്സറിയാണിന്ന്. അപ്പം ഞങ്ങൾ സെമെട്രിയിലൊന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് വൈകിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് ഇത് കേട്ടോ.
പിന്നീട് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, ഫ്ലവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒത്തിരി മസാലയൊന്നുമില്ല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും മതി. പിന്നെ നമ്മളിത് ഉണ്ടായി കറി ആയി കഴിയുമ്പോൾ അല്പം ഗരം മസാലയും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡിയാവും. ഒത്തിരി മസാലയൊന്നും ഇടണ്ട, ഒത്തിരി എരിവനുസരിച്ച് നിങ്ങളിടുക. എനിക്കാണെങ്കിൽ ഒത്തിരി എരിവ് ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടാറുള്ളൂ. തന്നെയല്ല നമ്മളതിനകത്ത് ഗ്രീൻ ചില്ലി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പം ഇത്രയും മതിയായിരിക്കും. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം ഒന്ന് ബ്രൗണായി. ഇനി നമുക്കിതിനകത്തിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പ് ശകലം ഇച്ചിരി ഏറെ ഇടുക, കാരണം നമ്മൾ മഷ്റൂമിനകത്ത് ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതിനകത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഒരു ശകലം ഗരം മസാല അതിടുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ലതായിട്ട് ഈ ഗ്രേവി ഒന്ന് ഇച്ചിരി ഒന്ന് വെന്ത് ഫ്രൈ പാവട്ടെ. ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതും കൂടി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉണ്ടാവും. നല്ല ഇതായി. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറിയ സ്ലോ ഫയറിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ മഷ്റൂം ഒന്ന് വേകണമല്ലോ നമുക്ക്. ഒരു 5 മിനിറ്റ്സ് സ്ലോ ഫയർ. അപ്പോൾ നമ്മൾ ഇത് കണ്ട നല്ല ഒട്ടും വെള്ളമയമൊന്നും ഇല്ലാത്തതിന് നല്ലൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബോട്ടിലിനകത്തിലേക്ക് നമ്മളിട്ടിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു കുഴപ്പമില്ലാതെ. എൻ്റെ ഇത് 2 വീക്സ് വരെയൊക്കെ ഇരിക്കും. ഞാനിങ്ങനെയാണ് യൂഷ്വലി ഇത് മേടിച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. ഞാനൊരു ശകലം ഗ്രേവി ഇട്ടാണ് ഇന്ന് എടുക്കുന്നത്, കാരണം എനിക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണ്. അപ്പം ഞാനതുകൊണ്ട് ഇച്ചിരി ഗ്രേവി ഇട്ടാണ് എടുക്കുന്നത്, പക്ഷേ ഡ്രൈ ആയിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെയും കറികളിവിടെ റെഡിയാണ് കേട്ടോ. ഇത് ഞാൻ ഇന്ന് മഷ്റൂം റോസ്റ്റ് മാത്രമേ കാണിച്ചുള്ളൂ, കാരണം വേറെ കറികളൊക്കെ ഞാൻ വെച്ചെങ്കിലും എനിക്കിങ്ങനെ ഓടി നടന്ന് എല്ലാം കൂടെ കാണിക്കുന്നത് ഇഷ്ടമില്ല. കാരണം നമ്മൾ ഒരു പർട്ടിക്കുലർ കറി കാണിക്കുവാണെങ്കിൽ അറിയാമല്ലാത്തവർക്ക് അത് വെച്ച് ട്രൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മളിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പം ഇത് ഒരു ചേമ്പും കൊണ്ടുള്ള ഒരു കറിയാണ്. ഇത് തീയലെന്നോ പുളിങ്കറിയെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം, പലയിടത്തും പലതാണ് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ട് ചേമ്പ് കൊണ്ടുള്ള ഒരു കറിയാണത്. അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഇടാം. ആർക്കെങ്കിലും അതിൻ്റെ പ്രിപ്പറേഷൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ ഇടാം. ട്രൈ ചെയ്ത് നോക്കണം. നോയമ്പിനൊക്കെ പ്രത്യേകിച്ച് വെക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ചേമ്പ് പുളിങ്കറി വെക്കാവുന്നതാണ്. പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ, അത് നമ്മുടെ വാഴക്ക തോരനാണ്. അതും തോരനായി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. ഇന്നത്തെ അല്ല, 1-2 ദിവസത്തെ ലഞ്ചൊക്കെ ആയിട്ട് ഇതിങ്ങനെ കറങ്ങി നടക്കും. അപ്പം ടൈമുള്ളപ്പം നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇത് 2-3 ദിവസമൊക്കെ ഇരിക്കും. പിന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളൊന്നും കഴിക്കുകയല്ല. അപ്പം ഇത് കഴിക്കുന്നവർ കുറച്ച് പേര്, എനിക്ക് വാഴയ്ക്കൊക്കെ ഇഷ്ടമാണ്, അപ്പം ഞാൻ കഴിക്കും. അങ്ങനെ പല ഐറ്റങ്ങളാണ് പലർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അതിനങ്ങേപ്പുറത്തിരിക്കുന്നതുകൊണ്ട് അത് കൊണ്ടാട്ടം മുളക് വറുത്തതാണ്. അതിൻ്റെ ചമ്മന്തി ഇനി ഉണ്ടാക്കണം, അത് ആയില്ല. അപ്പോൾ പല പല ഐറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇതിനകത്തിലൊരു ശകലം മല്ലിയിലയും കൂടെ ഇടുകയാണ്. ഉണ്ടോ, കാണാൻ തന്നെ എന്ത് രസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രസൻറ്റേഷനായിട്ട് വെക്കാനായിട്ട് നല്ലതാണ്. ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് ഇച്ചിരി മല്ലിയില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഗ്രേവിക്ക് ഗ്രേവിയുണ്ട്, ആവശ്യത്തിന് ചപ്പാത്തിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ
ഒരു കമൻറ്റ് ഇട്ടേക്കണം. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. നിങ്ങൾ മഷ്റൂം എങ്ങനെയാണ് വെക്കുന്നതെന്നും അല്ലെങ്കിൽ ഇതിൽ വേറെ ഏതെങ്കിലും രീതി നിങ്ങൾക്കറിയാമെങ്കിൽ അതും ഇതിനകത്തിൽ കമൻറ്റ് ബോക്സിനകത്തിൽ ഇടുക, ലൈക്ക് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോകളുമായിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത് മാത്രമാണ് കാണിച്ചത്. ഇനിയും ബാക്കി കറികളൊക്കെ പുറകാലെ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ.